ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ട. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉമ്മ ഉപ്പ അമ്മ അക്ബർ അവരൊക്കെ ഉമ്രക്ക് പോകണം. അപ്പോൾ അവർ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ഇരിട്ടിക്ക്. അപ്പോൾ ഇരിട്ടി പോയപ്പോൾ അവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു, ക്രിസ്മസ് ഓഫർ. അപ്പോൾ നമുക്ക് എന്തായാലും സാധനങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ കൂത്ത് പറയുമ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട് 4K എന്ന് പറഞ്ഞിട്ട് കേട്ടിരുന്നു, പരസ്യം വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ച് കൂത്ത് പറയുമ്പോൾ പോകാമെന്നിട്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടത്തി ഉള്ളത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് നമ്മൾ പോയി. മക്കളൊക്കെ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ നാത്തൂനും കൂടി നമ്മളെന്താക്കി ഷോപ്പിൽ പോയി. ഷോപ്പിൽ പോയേക്കുമ്പോൾ വിചാരിച്ച പോലെ നല്ല നല്ല ഓഫർ തന്നെ നല്ല ഓഫറാണ്. അതിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ നല്ല ഓഫർ. അതായത് കാർട്ടനൊക്കെ വെറും 99 റുപ്യ. ഇതിലുള്ള MRP ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് 179. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വെറും 99 റുപ്യൊക്കെ. നല്ല ക്ലൗത്താണ്. അതേപോലെ തന്നെ എല്ലാത്തിനും നല്ല ഓഫറായി. കസാലക്കെല്ലാം വെറും 120 റുപ്യ ഉള്ളൂ. അങ്ങനെയൊക്കെ 200 സംതിങ് ഉണ്ട്, പക്ഷെ അത് ഓഫറായിട്ട് അങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ ചെരുപ്പുകൾ ഭയങ്കര ഓഫർ. ആവായി ചെരുപ്പൊക്കെ വെറും 49 റുപ്യക്ക് സ്റ്റാർട്ട് കേട്ടോ. 49 റുപ്യക്കാണ് ആവായി ചെരുപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചവിട്ടി ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ മീറ്റർ കണക്കത്തിന് മീറ്ററൊക്കെ പറഞ്ഞ് അവരോട് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളിതാ മേലെ പോകണം. നമുക്ക് വേണ്ടത് കിച്ചൺ ഐറ്റംസ് ആയിരുന്നു. അധികം നമ്മൾ വീട് മാറാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുണ്ടല്ലോ സാധനങ്ങളൊക്കെ. എന്നിട്ട് എന്തായാലും ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓഫറുള്ള ഷോപ്പിൽ തന്നെ പോയി നമ്മൾ. നല്ല പെരുമാറ്റം. ഇവിടുത്തെ ആളുകളൊക്കെ നല്ല എല്ലാത്തിലും നല്ല ഹെൽപ്പിങ് ആണെങ്കിൽ ഓഫറുള്ള ഐറ്റംസ് ഏതാണ്ട് കാണിച്ചു തരാനാട്ടെ. സാധനങ്ങൾ നമ്മളൊപ്പം തന്നെ ഉണ്ടായി. നമ്മൾ സാധനം വാങ്ങിയ വണ്ടി കയറി വരുന്നത് വരെ അവർ നമ്മളൊപ്പം തന്നെ ഉണ്ടായി. ഒരു ചേട്ടൻ ഉണ്ടായി, ആ ചേട്ടനും പിന്നെ ഒരു ചേച്ചിയും കൂടി അവർ രണ്ടാളും നല്ല ഒരു പെരുമാറ്റമായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ അതാ താഴെ ഫുള്ള് ഡ്രസ്സിങ് സെക്ഷനായിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ. അപ്പോൾ അങ്ങനെ ഡ്രസ്സിങ് ഒന്നും നോക്കിയിട്ടില്ല, നമ്മൾ നേരെ മേലെ കയറി 3rd ഫ്ലോറിൽ. അപ്പോൾ നമുക്ക് വേണ്ടത് പാത്രങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഓഫർ, എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ചിലതിന് മാത്രമുള്ള ഓഫർ കുറവുള്ളത്. ബാക്കിയുള്ളതിനൊക്കെ സത്യം പറയണമെങ്കിൽ വീട് മാറാൻ നല്ല പുതിയ പെരക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല ഓഫർ ആയിട്ട് നമുക്കത്. അപ്പോൾ നമ്മളെന്താക്കി ഓരോരോ സാധനങ്ങളായിട്ട് നോക്കി. പക്ഷെ ഞാൻ എല്ലാ സാധനവും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ പിടിക്കുന്ന സമയത്ത് എനിക്ക് നോക്കി വാങ്ങാനും പറ്റില്ല. അപ്പോൾ എന്താക്കി കുറച്ചൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഞാൻ വാങ്ങാൻ വേണ്ടി നിന്ന്. അപ്പോൾ ആ പാത്രം പ്ലേറ്റുകൾ അതൊക്കെ നമ്മൾ വാങ്ങി. ഉരുളി ഞാൻ ഓൾറെഡി ഇവിടെ വാങ്ങിയിരുന്നു, അപ്പോൾ അതിന് യാതൊന്നും വാങ്ങിയിട്ടില്ല. ഇങ്ങനെ ചില്ലറ ഐറ്റമൊക്കെ ഞാൻ വാങ്ങി. കയ്യിലുകളൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിരുന്നു. എന്നിട്ട് 1-2 കയ്യിൽ ഞാൻ വാങ്ങി. കയ്യിലുകൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിയിട്ടോ. ഇതിൽ നിന്ന് പാത്രങ്ങൾ, കൂട്ടാൻ വെക്കുന്ന പാത്രം, ചോറ് ഉറുമ്പുന്ന പാത്രങ്ങൾ, പിന്നെ ഗ്ലാസ്, പിന്നെ കുറേ ഐറ്റം അങ്ങനെയൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാത്തിനും നല്ല ഓഫറാണ് ഉണ്ടായത്. ഈ ഉരുളി പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ആരും വാങ്ങിയപ്പോൾ ഈ ജഗ്ഗിനൊക്കെ വെറും 29-30 റുപ്യ ആ റേറ്റ് ആട്ടാ. നമ്മൾ വേറെ ഷോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ ചില ഷോപ്പിൽ 100, 120, 150 എന്നൊക്കെ പറയും. ഇവിടെ വെറും 29-30. അങ്ങനെ ഈ പാട്ടൊക്കെ അത്യാവശ്യം വില ഉണ്ട് തോന്നുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 40 റുപ്യ ആ റേറ്റ് ഉണ്ടാവും. 9 റുപ്യേൻ്റെ പാട്ട് മുതൽ സ്റ്റാർട്ട് ആട്ടോ. അവിടെ 9 റുപ്യേൻ്റെ പാട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല കട്ടിങ് ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല നിൽക്കുന്നുണ്ട്. അപ്പം വെറും 9 റുപ്യ ഉള്ളത് പോലെ കാട്ടൻ കോരിയില്ല, നമ്മൾ കാട്ടൻ കോരുന്ന കോരി വെറും 19 റുപ്യ. അത് നല്ല ക്വാളിറ്റി ഉള്ളത്. ബക്കറ്റുകളൊന്നും പറയണ്ട ഗൈസ്. നമ്മുടെ നാട്ടിൽ കൊടകിൽ ഇവിടെ വരുന്ന വണ്ടിയിലൊക്കെ വാങ്ങണമെങ്കിൽ 250, 270 കൊടുക്കണം 50 കിലോൻ്റെ ബക്കറ്റ്. അവിടെ വെറും 120 റുപ്യ 140 റുപ്യ ആ റേറ്റിലാണ്. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ പോയത് കറണ്ട് അടുപ്പ് വാങ്ങണം എന്നിട്ട്. ഈ കറണ്ട് അടുപ്പ് പരസ്യം എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അവർ മൊബൈലും കൂടി കാണിച്ചു തരാണ്. ഇത് എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റും എന്നുള്ളൊരു കറണ്ട് അടുപ്പ് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണത്. എന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെ യൂസ് ആക്കണം, ഇതിൽ എന്തൊക്കെ വെക്കാൻ പറ്റും, അതിൽ വെക്കാൻ പറ്റുന്ന അടുപ്പുകൾ ഇത് സാധനങ്ങളെന്നുണ്ടെങ്കിൽ മണ്ണം കൊടുക്കുക, എന്തും നമ്മൾ ഏത് യൂസ് ആക്കുക എല്ലാം നമുക്ക് അതിൽ വെക്കാൻ പറ്റും. ഗ്രില്ല് ചെയ്യാനും പറ്റും ഗൈസ്. അതിലൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളെല്ലാ സാധനം വാങ്ങിയത് താഴേക്ക് വന്നു. താഴേക്ക് വന്നിട്ട് നമുക്ക് സാധനം കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പറഞ്ഞു വെച്ച് പോയാൽ നമ്മൾ മേലെ പോയി എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് താഴെ വന്നിട്ട് വാങ്ങാനുള്ളത് വാങ്ങാമെന്ന്. കസാലകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ താഴെ പോയിട്ട് കസാലകളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് താഴെ ഇറക്കി കൊടുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. ഒരു പെര കൂടാനാണെങ്കിൽ എത്ര സാധനങ്ങൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങി അവിടെ വെച്ച് പിന്നെ നേരെ നമ്മൾ പോയത് കസാല എടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അങ്ങനെ കസാലകൾ എടുത്തു. നല്ല ഓഫറാട്ടോ കസാലകൾക്കൊക്കെ. പറഞ്ഞല്ലോ 99 റുപ്യേൻ്റെ ഇതുണ്ട്. ഇതാ ഈ ചേട്ടനാട്ടോ ഞാൻ പറഞ്ഞത്. ഈ ചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ ചേട്ടനക്ക് വലിയ നന്ദി കേട്ടോ, സോറി. എന്താ പറഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, എല്ലാം കാണിച്ചു തരാനും ബിൽഡിങ് വണ്ടി കയറ്റുന്നത് വരെ നമ്മളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ചേട്ടന് വന്നിട്ട് നമുക്ക് ഒരു സർപ്രൈസ് ഇത് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റം എടുത്തില്ലേ, എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തന്നു. പക്ഷേ അത് വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല ഗൈസ്, അതങ്ങനെ പോയി. അപ്പോൾ അതെനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അലക്കല്ല് നോക്കിയിരുന്നു, റെഡിമെയ്ഡ് അലക്കല്ല് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും എന്തൊക്കെയാണ് ഐറ്റമാണുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി. പക്ഷേ ഇത്രയും ഞാൻ ഒതുങ്ങിയിട്ടില്ല. ഒരു ഹോട്ട് ബോക്സും കൂടി ഞാൻ കണ്ടിരുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ ഹോട്ട് ബോക്സും കൂടി എടുക്കാൻ പോയി. അപ്പോൾ അങ്ങനെ എല്ലാ സാധനം എടുത്ത് സീറ്റൊക്കെ ഫോൾഡ് ചെയ്ത് സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഗൈസ്. അപ്പോൾ വണ്ടി ഫുള്ളായിരുന്നു. മക്കളെ മുന്നിൽ എന്തായാലും ഇരുത്താം, ബാക്കിൽ ഇരുത്താൻ പറ്റില്ല. ബാക്കിൽ ഇരിക്കാനുള്ള 2 ആളേ ഉള്ളൂല്ലോ. 3 മക്കളുണ്ട്, ഒരാളെൻ്റെ മടിയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ ബാക്ക് സീറ്റെല്ലാം ഫോൾഡ് ചെയ്ത് നമുക്ക് അതിൽ വെക്കാനായിട്ട് അതിൽ വെച്ചിട്ട് ഭയങ്കര വിശപ്പ്. നമ്മൾ ഷോപ്പിൽ കയറിയത് ഏകദേശം 11 മണിക്ക് നമ്മൾ കയറിയത്. ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നത് 4 മണി ആ സമയത്തായി തോന്നുന്നു. വിശന്നിട്ട് നല്ല വയറ് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിശപ്പ് അറിയണ്ടില്ല. ഇത് നമ്മളെ ബില്ല് കേട്ടോ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് വിശപ്പറിഞ്ഞത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു വണ്ടി പാർക്കാക്കാനും പോയി, നമ്മൾ ജ്യൂസ് കുടിക്കാനും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.